ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ ഹോണ്ടയുടെ പാഷൻ പ്രോയുടെ വണ്ടി. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓടിക്കുന്ന സമയത്ത് തേർഡ് ഗിയർ വീഴില്ല, തേർഡ് ഗിയർ സ്ലിപ്പിങ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് വണ്ടിയുടെ കംപ്ലയിൻ്റ് ആയിരുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് ഒരു വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് എൻജിൻ വർക്കൊക്കെ ചെയ്തതാണ്. വണ്ടി ഓട്ടത്തിൽ ഓഫായി പോയിട്ട് പിസ്റ്റൺ പിടിച്ച് ഓഫായിട്ട് എൻജിൻ വർക്കൊക്കെ ചെയ്തേക്കണ വണ്ടിയാണ്. അപ്പോൾ നിലവിൽ അതിന് ശേഷം ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന് ശേഷമാണ് ഈ കംപ്ലയിൻറ്റ് കാണിച്ചേക്കണം. ആ ഗിയർ വീലുകളുടെ കംപ്ലയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ എൻജിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചേക്കണമാണ് കേട്ടോ. അപ്പോൾ നിലവിൽ അത് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാനാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് കംപ്ലയിൻറ്റ് മനസ്സിലാവുന്നത് ഈ വീലുകൾ കംപ്ലയിൻറ്റ് വന്നതാണ്. തേർഡ് ഗിയറിൻ്റെയും കംപ്ലയിൻ്റ് ആണ്, ഈ സെക്കൻഡ് ഗിയറിൻ്റെയുമാണ്. അതായത് ഈ രണ്ട് വീലുകൾ തമ്മിലാണ് ടച്ച് ആവുക. കണക്ഷൻ പറഞ്ഞത് ഈ രണ്ട് വീലുകൾ ഇങ്ങനെ വരാം. അപ്പോൾ അതിൻ്റെ ഇവിടെ നിന്നും എടുത്തു പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീലിൻ്റെ ഇവിടുത്തെ ലെഗും തേയ്മാനം വന്നു പോയേക്കുക. അതാണ് ആ ഗിയർ വീഴാത്തതിൻ്റെ കാരണം. പിന്നെ ഗിയർ സെലക്ടറിനും ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അത് പറയാൻ കാരണം വെച്ചാൽ ഇവിടെയൊക്കെ വരഞ്ഞു പോയേക്കണുണ്ട്. അത് ഇത്രയും തേയ്മാനം വന്ന് എടുത്തു പോയേക്കണാണ്. അത് നമുക്ക് ആ സെലക്ടറിൻ്റെ പിന്നുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി മാറ്റുമ്പോൾ ഒരുപാട് കോസ്റ്റ് വരും നമുക്ക്. അപ്പോൾ നിലവിൽ രണ്ടെണ്ണത്തിനും തേയ്മാനം കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ തേയ്മാനം വന്നിട്ടുണ്ട്, ഇവിടെയും തേയ്മാനം വന്നിട്ടുണ്ട്. ആ പിന്നിൻ്റെ പ്ലേ കൊണ്ട് വന്നേക്കണതാണ്. അപ്പോൾ ആ പിന്നുകളൊന്ന് മാറ്റാം. ഗിയർ വീല് മാറ്റുമ്പോൾ നമുക്ക് മൂന്നാമത്തെ ഗിയറിൻ്റെയും മാറേണ്ടി വരും, സെക്കൻഡ് ഗിയറിൻ്റെയും മാറേണ്ടി വരും. രണ്ട് ഗിയർ കൂടി മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. അതായത് ഗിയർ വീലുകൾ മാറ്റാന്ന് പറഞ്ഞാൽ കൗണ്ടർ ഷാഫ്റ്റിൻ്റെയും മെയിൻ ഷാഫ്റ്റും. ഇതാണ് മെയിൻ ഷാഫ്റ്റ് വരാം, ഇത് കൗണ്ടർ ഷാഫ്റ്റ്. ഈ ഗിയർ വീൽ മാറ്റുമ്പോൾ ഇപ്പോൾ സെക്കൻഡ് ആണെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ മെയിൻ ഷാഫ്റ്റിൻ്റെ മാറ്റണം, കൗണ്ടർ ഷാഫ്റ്റിൻ്റെ സെക്കൻഡ് ഗിയർ വീൽ ഇതാണ്. അതിൻ്റെ ലെഗാണ് പോയേക്കണേ. പക്ഷേ അതിനോട് കണക്ട് ചെയ്ത് വന്ന സെക്കൻഡ് ഗിയറിൻ്റെ വീൽ ഇതാണ്. അപ്പോൾ മാറ്റുമ്പോൾ നമ്മൾ രണ്ടും കൂടി ചേഞ്ച് ചെയ്യണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ സൗണ്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും കൂടിയിട്ടേ ചെയ്യുള്ളൂ. കൗണ്ടർ ഷാഫ്റ്റിൻ്റെ സെക്കൻഡ് ഗിയർ മാറ്റണമെങ്കിൽ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ സെക്കൻഡ് ഗിയറും മെയിൻ ഷാഫ്റ്റിൻ്റെ സെക്കൻഡ് ഗിയറിൻ്റെ വീലും അങ്ങനെ സെറ്റായിട്ടേ മാറ്റുള്ളൂ. കാരണം അതല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റേത് കിടന്ന് ഓടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ അതിൻ്റെ റേറ്റ് വീലുകളുടെ വിലയും കൂടി ഒന്ന് കാണിച്ചു തരാം. എൻ്റെ നിലവിൽ നമുക്ക് ഇത് മെയിൻ ഷാഫ്റ്റിൻ്റെ മൂന്നാമത്തെ ഗിയർ വീലാണ്. അത് ഗിയറിൻ്റെ മെയിൻ ഷാഫ്റ്റിൻ്റെ തേർഡ് ഗിയർ വീലിന് 525 രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം, 525 രൂപ. പിന്നെ ഇത് സെക്കൻഡ് ഗിയറാണ്. മെയിൻ ഷാഫ്റ്റിനുള്ള സെക്കൻഡ് ഗിയർ വീലിന് 675 രൂപ തന്നെ ഉണ്ട്. പിന്നെ ഇത് സെക്കൻഡ് ഗിയർ, ഇത് നിലവിൽ ഗിയർ മെയിൻ ഷാഫ്റ്റിൻ്റെ രണ്ടാമത്തെ ഗിയർ സെക്കൻഡ് ഗിയർ 675 രൂപ ഉണ്ട്. ഗിയർ മൂന്നാമത്തെ ഗിയർ വീല് മെയിൻ ഷാഫ്റ്റിൻ്റെ 525 രൂപ ഉണ്ട്. ഇതേപോലെ തന്നെ ഗിയർ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ തന്നെ സെക്കൻഡ് വന്നത് 507 രൂപ ഉണ്ട്. മെയിൻ ഷാഫ്റ്റിൻ്റെ കൗണ്ടർ ഷാഫ്റ്റിൻ്റെ റേറ്റ് വന്നത് ഗിയർ കൗണ്ടർ ഷാഫ്റ്റ് മൂന്നാമത്തെ ഗിയറിൻ്റെ 415 രൂപ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ 4 വീലുകൾ നമ്മൾ മാറ്റണം. പിന്നെ ഈ സെലക്ടറിൻ്റെ ഈ പിന്നുകൾ ചേഞ്ച് ചെയ്യണം. പിന്നെ നമുക്ക് അഴിച്ചിട്ട് രണ്ടാമത് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാസ്കറ്റൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഈ വന്ന ഗ്യാസ്കറ്റുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ മൊത്തം ചതഞ്ഞാൽ പോണേ. അപ്പോൾ ഗ്യാസ്കറ്റും അതിനോടനുബന്ധിച്ച് തന്നെ ഓറിങ് ഐറ്റംസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്യണം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. പിന്നെ നമുക്ക് വാൽവ് ഇതൊക്കെ ചെയ്തേക്കണം എന്ന് പറഞ്ഞാൽ സിലിണ്ടറൊക്കെ ബോർ ചെയ്തിട്ടാണ് നമുക്ക് കിടക്കണ നിലവിൽ. അതേപോലെ തന്നെ ക്രാങ്കൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ട് സെറ്റ് ചെയ്താണ്, ലെയ്ത്ത് വർക്കിൽ സെറ്റ് ചെയ്തതാണ് കേട്ടോ. പുതിയത് മാറ്റിയാണെന്നല്ല, സെറ്റ് ചെയ്തതാണ്. അപ്പോൾ എഞ്ചിനുമായി ബന്ധപ്പെട്ട് വേറെ വർക്കുകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഗിയറിൻ്റെ കംപ്ലയിൻറ്റ്, അപ്പോൾ ഗിയർ വീല് മാത്രമാണ് നമ്മൾ അഴിച്ച് മാറ്റണം കേട്ടോ. അതേപോലെ അതിൻ്റെ ഓയിൽ സീൽ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിൽ തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ.